നിങ്ങൾ ജീവിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തിലാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു വല്ലായ്മ തോന്നിയിട്ടുണ്ടോ? എന്തോ ഒന്ന്, എവിടെയോ ഒന്ന് മിസ്സിംഗ് ആണെന്ന്. നമ്മളും നമ്മുടെ വേരുകളിൽ നിന്ന് ആരോ പറച്ചെറിഞ്ഞ പോലൊരു ഫീലിംഗ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിന് തന്നെ ജ്ഞാനം പകർന്നുകൊടുത്ത കലയുടെയും തത്വചിന്തയുടെയും ഒക്കെ കൊടുമുടിയിൽ നിന്നൊരു സംസ്കാരത്തിന് ഇന്ന് സ്വന്തം സൗന്ദര്യബോധം പോലും നഷ്ടപ്പെട്ടതെന്തുകൊണ്ടാണ്? നമ്മൾ ചുറ്റും കാണുന്നില്ലേ ഈ കലയിലും സാഹിത്യത്തിലുമൊക്കെ ഒരു തകർച്ച? ഇതെവിടുന്ന് വന്നു? അല്ലെങ്കിൽ ഇത് നോക്കൂ, ഒരു കാലത്ത് ലോകം മുഴുവൻ അറിവിനും സമ്പത്തിനും വേണ്ടി ഇങ്ങോട്ട് നോക്കിയിരുന്നൊരു ജനത ഇന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ പോലും സംശയിച്ച് തമ്മിൽ തല്ലി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു കോൺഫിഡൻസ്, അത് നമുക്ക് എവിടെ വെച്ചാ നഷ്ടപ്പെട്ടത്? അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. നമ്മൾ ഈ അനുഭവിക്കുന്ന കൺഫ്യൂഷൻ, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഈ ഭിന്നത, ഇതൊന്നും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തു ചെയ്യും? വളരെ പ്ലാൻ ചെയ്ത് ബോധപൂർവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ഒന്നാണെങ്കിലോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾക്ക് വഴികാട്ടിയാവുന്നത് സന്ദീപ് ബാലകൃഷ്ണയുടെ റീക്ലെയിമിംഗ് ഭാരതവർഷ എന്ന ഈ പുസ്തകമാണ്. ഇതിൽ പറയുന്ന ഒരാശയം ശരിക്കും നമ്മളെ ഞെട്ടിക്കും. അതായത്, നമ്മുടെ സംസ്കാരത്തിന് ഒരു ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ പ്രിന്റ്. ആരോ അത് ഹാക്ക് ചെയ്ത് അതിനു മുകളിൽ വേറൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത പോലെയാണ് കാര്യങ്ങളെന്ന്. ഇതിലെ ഒരു ഉദാഹരണം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. പഴയ മുഗൾ ദർബാറുകളും ഇന്നത്തെ നമ്മുടെ ഡൽഹിയിലെ അധികാര ഇടനാഴികളും തമ്മിലുള്ളൊരു സാമ്യം ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയും ഇവിടെയും യോഗ്യതയല്ല, വിധേയത്വത്തിനാണ് വില. കഴിവിനേക്കാൾ വലുത് കണക്ഷൻസാണ്. ഇത് ശരിക്കും ഒരു തുടർച്ചയല്ലേ? സിസ്റ്റം മാറിയിട്ടില്ല, ആളുകൾ മാത്രം മാറി എന്ന് തോന്നിപ്പോവും, അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റം തകർന്നാൽ എന്ത് സംഭവിക്കും? 1962 ചൈനയോട് നമ്മൾ തോറ്റില്ലേ? അതൊരു മിലിറ്ററി പരാജയം മാത്രമായിരുന്നില്ല എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അത് സ്വന്തം ശക്തി എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോയൊരു സിവിലൈസേഷന്റെ പരാജയമായിരുന്നു, ആഴത്തിൽ പതിഞ്ഞ ഒരു മുറുക. ഓക്കെ, ഈ വലിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വളരെ സിമ്പിളായ ഒന്നിലേക്ക് വരാം. ഒരു വാഴപ്പഴം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ വാഴപ്പഴമെന്നൊക്കെ, അല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ വാഴപ്പഴത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു ലോകം മുഴുവനുണ്ട്. വിശുദ്ധിയും പ്രായോഗികതയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതിരുന്നൊരു ലോകം. കാരണം നമ്മുടെ പൂർവികർക്ക് വാഴപ്പഴമെന്ന് പറഞ്ഞാൽ വെറുമൊരു പഴമല്ലായിരുന്നു, അതൊരു പ്രപഞ്ചം തന്നെയായിരുന്നു. അതിൻ്റെ ഇല ഊണ് കഴിക്കാനുള്ള പാത്രമായി, നാരുകൊണ്ട് വസ്ത്രമുണ്ടാക്കി, തണ്ട് വെള്ളത്തിൽ പോകാനുള്ള ചങ്ങാടമായി, അതിൻ്റെ പൂവ് സ്വാദുള്ളൊരു വിഭവമായി, പിന്നെ ദൈവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യവുമായി. കണ്ടില്ലേ? പ്രകൃതി, ഭക്ഷണം, യാത്ര, ആരാധന എല്ലാം ആ ഒന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കോ? അതൊരു പഴം മാത്രം. ഈയൊരു മാറ്റമുണ്ടല്ലോ, അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന്. അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടത്? നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ ഒറിജിനൽ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് ആരോ മാറ്റിയെഴുതിയത്? ഈ പുസ്തകം അതിനെ വിളിക്കുന്നത് മഹത്തായ വിച്ഛേദനം എന്നാണ്. ഇതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, വളരെ ബോധപൂർവം നടത്തിയൊരു സാമൂഹിക എഞ്ചിനീയറിംഗ് ആയിരുന്നു അത്. ഈ ഒരു താരതമ്യം നോക്കൂ, അപ്പോൾ കാര്യം ശരിക്കും മനസ്സിലാവും. ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് ഓരോ ഗ്രാമത്തിലും അവരവരുടേതായ സ്കൂളുകളുണ്ടായിരുന്നു. അവിടെ അക്ഷരം മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്, സംസ്കാരവും ജീവിതജ്ഞാനവുമായിരുന്നു പ്രധാനം. പുരാണങ്ങളിലൂടെ സാധാരണക്കാർക്കും അറിവ് കിട്ടി. എന്നാൽ ബ്രിട്ടീഷ് സിസ്റ്റം വന്നതോടെയോ സ്കൂളുകൾ ഗുമസ്തന്മാരെ ഉണ്ടാക്കുന്ന ഫാക്ടറികളായി. പുസ്തകം പറയുന്നതുപോലെ ഗുലാം ഖാനകൾ, അതായത് അടിമകളെ ഉണ്ടാക്കുന്ന ഇടങ്ങൾ. സംസ്കാരമുള്ള ഒരു ജനതയെ സ്വന്തം വേരുകൾ അറുത്തുമാറ്റി ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളാക്കി മാറ്റുക, അതായിരുന്നു ലക്ഷ്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് അവരുടെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. മെക്കാളെ പ്രഭു എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരും, എന്നാൽ അഭിരുചിയിലും അഭിപ്രായങ്ങളിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുക. ഇതിലും വ്യക്തമായി എങ്ങനെയാണ് ഒരാൾക്കൊരു അജണ്ട പറയാൻ കഴിയുക? ഇതിൻ്റെയൊക്കെ ഫലം എന്തായിരുന്നെന്നോ? ഒരേ രാജ്യത്ത് 2 തരം ഇന്ത്യക്കാരുണ്ടായി. ഒന്ന്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, വെസ്റ്റേൺ രീതികളെല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന, സ്വന്തം സംസ്കാരത്തെ പുച്ഛത്തോടെ കാണുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം. മറ്റൊന്ന്, വേരുകളുണ്ടായിട്ടും എന്തോ ഒരു അപകർഷതാബോധത്തിൽ ജീവിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം. ഈയൊരു വിഭജനം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ മുറിവ് അതിന്നും ഉണങ്ങിയിട്ടില്ല. ശരി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഈ മാറ്റിയെഴുതിയ കോഡിനെക്കുറിച്ചാണ്. പക്ഷേ അതിനു മുൻപ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? നമുക്ക് നഷ്ടപ്പെട്ട ആ ഒറിജിനൽ ബ്ലൂ പ്രിന്റ്, ആ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതെങ്ങനെയായിരുന്നു? നമുക്ക് ആ പഴയ ഫയലുകളിലേക്കൊന്ന് തിരിച്ചുപോയി നോക്കാം. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിജയനഗര സാമ്രാജ്യം. അതൊരു രാജ്യം മാത്രമായിരുന്നില്ല, അതൊരു സിവിലൈസേഷണൽ ഫോർട്രസ്, ഒരു നാഗരിക കോട്ടയായിരുന്നു. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പടുത്തുയർത്തിയ ഒരു വൻമതിൽ.
അക്കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുണ്ട്, ഡൊമിംഗോ പയസ്. അദ്ദേഹം എഴുതിയതെന്താണെന്ന് കേൾക്കണം. അവരുടെ ഇടയിൽ ഒരു ഭീരുവിനെ പോലും ഞാൻ കണ്ടില്ല. ധൈര്യവും കടമയുമായിരുന്നു അവരുടെ പാരമ്പര്യം. ധർമ്മത്തെ സംരക്ഷിക്കുന്ന ശൗര്യം, അതായത് ക്ഷാത്രം, അതിൽ കെട്ടിപ്പടുത്ത ഒരു സമൂഹത്തിന്റെ നേർചിത്രമാണിത്. അപ്പോൾ സാധാരണക്കാരിലേക്ക് അറിവ് എങ്ങനെയാണ് എത്തിയിരുന്നത്? അതിൻ്റെ ഒരു ഉദാഹരണമാണ് മങ്കന്മാർ. ഇവരെ ചിത്രങ്ങളൊക്കെയായി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പുരാണ കഥകൾ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരായിരുന്നു അന്നത്തെ മൊബൈൽ സിനിമാ തിയേറ്ററുകൾ, ജീവനുള്ള ലൈബ്രറികൾ. ഒരു തലമുറയുടെ ഓർമ്മകളെ അടുത്തതിലേക്ക് കൈമാറിയത് അവരെപ്പോലുള്ളവരായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഒറിജിനൽ ബ്ലൂ പ്രിന്റ്. സംസ്കാരം എന്ന് പറയുന്നത് പുസ്തകത്തിൽ വായിച്ചു പഠിക്കേണ്ട ഒന്നായിരുന്നില്ല, അത് നമ്മൾ ശ്വസിക്കുന്ന വായു പോലെയായിരുന്നു. ഒരു സാധാരണ വാഴപ്പഴത്തിൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ ഓർമ്മകൾ ഒളിപ്പിച്ചു വെച്ച ഒരു സമൂഹം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വിട്ടുനിൽക്കൽ, ആ ഒരു ഡിസ്കണക്ഷൻ, അതൊരു സിസ്റ്റത്തിലെ പിഴവല്ല. അത് ബോധപൂർവം ഇൻസ്റ്റാൾ ചെയ്ത ഈ പുതിയ കേടായ പ്രോഗ്രാമിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. നിങ്ങളെ നിങ്ങളുടെ വേരുകളിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യം അത് കൃത്യമായി നിറവേറ്റുന്നുണ്ട്. ശരി, അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ? നമുക്ക് നഷ്ടപ്പെട്ട ഈ ബ്ലൂ പ്രിന്റ് വീണ്ടെടുക്കാൻ പറ്റുമോ? പുസ്തകം പറയുന്നത് ഇതിനൊരു വഴിയുണ്ടെന്നാണ്. അതൊരു മാനസികവും നാഗരികവുമായ ഒരു വീണ്ടെടുക്കലാണ്. ഇതിന്റെ തുടക്കം നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പാശ്ചാത്യ ആശയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന ചിന്തയെ അപ്പാടെ സ്വീകരിക്കുന്നത് നിർത്തുക. 2, നമ്മുടെ സംസ്കാരത്തെ അളക്കാനും മനസ്സിലാക്കാനും അവരുടെ അളവുകോലുകൾ മാത്രം പോരാ എന്ന് തിരിച്ചറിയുക. 3, ധർമ്മം എന്നത് ഒരു മതം മാത്രമല്ല, അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത രീതിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജന്മം കൊണ്ട് മാത്രം ഹിന്ദു ആയിരിക്കുന്നതിനു പകരം അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ബോധപൂർവം ആ ധർമ്മത്തിന്റെ ഭാഗമാവുക. പ്രശസ്ത ചരിത്രകാരനായ സീതാറാം ഗോയൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിവിടെ വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ജന്മം കൊണ്ട് ഹിന്ദുവായിരുന്നാൽ മാത്രം പോരാ, സനാതനധർമ്മത്തിൽ ഒരാൾ സ്വന്തം വേരുകൾ കണ്ടെത്തണം. ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്, വെറുതെ ഇരുന്നാൽ സംഭവിക്കുന്ന ഒന്നല്ല. ഈയൊരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും. പിന്നെ നിങ്ങളൊരു രാഷ്ട്രീയ ചർച്ച കാണുമ്പോൾ അത് വെറും 2 പേരുടെ വഴക്കായി കാണില്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മുറിവിന്റെ പ്രതിഫലനമായി കാണാൻ തുടങ്ങും. ഒരു മോശം സിനിമ കാണുമ്പോൾ അത് നമ്മുടെ സൗന്ദര്യബോധത്തിന് സംഭവിച്ച തകർച്ചയുടെ ഭാഗമാണെന്ന് മനസ്സിലാവും. പാരമ്പര്യത്തെ കളിയാക്കുന്നത് പുരോഗമനമല്ല, അത് ഓർമ്മ നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ആ മഹത്തായ ബ്ലൂ പ്രിന്റ്, നമ്മുടെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് ശരിക്കും നശിച്ചു പോയിട്ടില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ, ഈ മണ്ണിനടിയിൽ, നമ്മുടെ കഥകളിലും ആചാരങ്ങളിലും കലകളിലുമൊക്കെയായി ഉറങ്ങിക്കിടക്കുകയാണ്. അതിനു മുകളിൽ കുറെ പൊടിയും മണ്ണും വീണുപോയി, അത്രമാത്രം. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഒരു നാഗരികത എന്നത് ഒരു സമൂഹത്തിന്റെ ജീവിക്കുന്ന ഓർമ്മയാണെങ്കിൽ, നൂറ്റാണ്ടുകളായി നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ ഒടുവിൽ നമ്മൾ ഓർക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? ആ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, ഓരോരുത്തരുമാണ്.